നയിക്കുന്നു. ശ്രീ ജിൻഡോ ജോൺ, പ്രധാനമന്ത്രി ഇത് ആദ്യമല്ല കേരളത്തിൽ പ്രചരണത്തിനെത്തുന്നത്. 2019 BJPയുടെ സ്റ്റാർ ക്യാമ്പയിനർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു. അക്കൗണ്ട് തുറന്നിട്ടില്ല എങ്കിൽ പോലും കേരളത്തിലും അദ്ദേഹം പ്രചരണ രംഗത്ത് ഏതാണ്ട് സമാനമായ നിലയിൽ തന്നെ ശ്രദ്ധ പുലർത്തിയിട്ടുള്ള കാര്യം നമുക്ക് ഓർമ്മയുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത്തവണ പ്രധാനമന്ത്രിയുടെ വരവ് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നു? ഇന്ന് ജയറാം രമേശ് 2014 സൊമാലിയ പരാമർശം എടുത്തു കാട്ടുന്നു, തമിഴ്നാടിനോട് ചെയ്തത് ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ പ്രധാനമന്ത്രി അടിക്കടി സംസ്ഥാനത്ത് എത്തുന്നത് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ? നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളുണ്ടോ? ഞങ്ങൾക്ക് ഒരു ആശങ്കയുമില്ല. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, BJPയുടെ നേതാവാണ്. അദ്ദേഹത്തിന് മറ്റെല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ കേരളത്തിൽ വന്ന് പ്രചരണം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം കള്ളം പറയാതിരുന്നാൽ മാത്രം മതി. അദ്ദേഹം പ്രചരണം നടത്തിക്കോട്ടെ. അദ്ദേഹത്തിന്റെ പ്രചരണം നടത്തുന്നതിന് ഞങ്ങൾ എതിരൊന്നുമല്ല. പക്ഷേ യോഗി ആദിത്യനാഥ് പറഞ്ഞതുപോലെ കേരളം പോലെ ആകണോ എന്ന് പറഞ്ഞ ആ ദ്വയാർത്ഥ പ്രയോഗം, കർണാടകയിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളം തൊട്ടടുത്ത് കേരളമാണ് എന്ന് BJPയുടെ നേതാക്കന്മാർ കർണാടകയിൽ പറഞ്ഞതുപോലെ അന്നൊക്കെ കേരളം എന്തോ മോശപ്പെട്ട സ്ഥലമായിരുന്നു. ഇന്നിപ്പോൾ കേരളത്തിലേക്ക് ഇവർ അടിക്കടി വരുന്നത് എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. സംശയം സ്വാഭാവികമാണല്ലോ. പത്തനംതിട്ടയിൽ വന്ന് അദ്ദേഹം ക്രിസ്ത്യൻ മൈനോറിറ്റീസിന് നേരിടുന്ന പ്രയാസങ്ങളെ കുറിച്ചിട്ട് വല്ലാതെ വാചാലനാകുമ്പോൾ മണിപ്പൂർ എന്ന് പറഞ്ഞൊരു സംസ്ഥാനം മാസങ്ങളായിട്ട് കത്തിയിരിക്കുകയാണ്. അവിടെ 400-ഓളം പള്ളികൾ ആക്രമിക്കപ്പെടുന്നു, സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു, 200-300-ഓളം മനുഷ്യർ കൊല്ലപ്പെടുന്നു, 10,000 പലായനം ചെയ്യപ്പെടുന്നു. അവിടുത്തെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ, ഗോത്രവർഗ്ഗക്കാരൊക്കെ വേട്ടയാടപ്പെട്ടപ്പോൾ അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ, ഒന്ന് സംസാരിക്കാൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, ചേർത്ത് നിർത്താൻ തയ്യാറാകാത്ത നരേന്ദ്രമോദി എത്രയോ കിലോമീറ്റർ, ആയിരക്കണക്കിന് കിലോമീറ്റർ ഇപ്പുറം ഈ കേരളത്തിൽ വന്നിട്ട് പത്തനംതിട്ടയിൽ വന്ന് ക്രൈസ്തവരോട് സ്നേഹം പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് സംശയമുണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? അത്രയേ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തിന്റെ വരവിൽ ഞാൻ കാണുന്ന ഒന്നാമത്തെ കാര്യം, LDFന്റെ കൺവീനർ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കൂട്ടുകച്ചവടക്കാരൻ എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അതുപോലെയുള്ള സ്ഥാനാർത്ഥികളെ LDFനും BJPക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്ന് പറയുമ്പോൾ ഇവിടെ വ്യത്യസ്തമായിട്ടൊരു സാധ്യതയില്ല. അപ്പോൾ പിന്നെ ആ പരാജയ ഭീതി കൊണ്ടാണോ? അല്ലെങ്കിൽ തൃശ്ശൂർ മറ്റേ K മുരളീധരന്റെ വരവോടുകൂടി ഞാൻ പ്രചരണം നിർത്തിപ്പോവും, ആളില്ലെങ്കിൽ വഴക്കൂടി ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ സുരേഷ് ഗോപിയുടെ ആ ഇച്ഛാഭംഗം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ പ്രഖ്യാപിച്ചപ്പോൾ അവിടുത്തെ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് രാജിവെച്ചോ അത് ഇവർ പുറത്താക്കിയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ പ്രതിഷേധിച്ചു. PC ജോർജിനെ പോലെയുള്ളവരുടെ പ്രതിഷേധം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ? എന്താണ് എന്ന് നമുക്കറിയില്ല. ഇനി അതിനും അപ്പുറം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പത്മനാഭൻ എന്ന് വിളിക്കുമ്പോൾ പത്മജ കയറി ഉദ്ഘാടനം ചെയ്യുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ BJP പോയതിന്റെ സങ്കടം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണോ അദ്ദേഹം വന്നത്? ഇതൊന്നും നമുക്കറിയില്ല. ഇനി BJPയുടെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ പിണറായി സർക്കാരിനെതിരായിട്ടാണ് ഇവരുടെ പ്രചരണം എന്ന് പറയുന്നു. എങ്കിൽ നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് അവർക്കെതിരെ സംസാരിക്കുന്നത്? അഴിമതിയുടെ കാര്യത്തിലാണെങ്കിൽ ഞങ്ങൾ പിണറായി സർക്കാരിനെതിരെയാണ് ഞങ്ങളുടെ സമരങ്ങൾ മുഴുവൻ. അങ്ങനെയാണെങ്കിൽ അഴിമതിയെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കറപ്ഷൻ ആയിട്ടുള്ള പെട്രോളിയം നികുതി കൊള്ള കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും നിങ്ങൾ നികുതിയുടെ പേരിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പേരിൽ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറയുമ്പോൾ ഇന്ത്യയിലെ മനുഷ്യരിൽ നിന്ന് നിങ്ങൾ വില കൂട്ടി വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗ്യാസിന്റെ വില കൂട്ടി എന്ന് മാത്രമല്ല, സബ്സിഡി ഇല്ലാതാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇനി ഇലക്ട്രൽ ബോണ്ട് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ PM കെയർ ഫണ്ട് ആയിക്കൊള്ളട്ടെ, കൽക്കരി കുംഭകോണമായിക്കൊള്ളട്ടെ, ഇങ്ങനെ അഴിമതിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പിണറായി വിജയനെ വിമർശിക്കാൻ യാതൊരു യോഗ്യതയും അർഹതയുമില്ല. ഇനി രണ്ടാമത്തെ, നിങ്ങൾ അക്രമത്തെ, SFIക്കാർ നടത്തിയ അക്രമത്തെ, ആൾക്കൂട്ട കൊലപാതകത്തെ നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ സംഘപരിവാറിന്റെ ഭീകരവാദികൾ അവിടെ ആൾക്കൂട്ട അക്രമം നടത്തുകയും ദളിത് പീഡനം നടത്തുകയും ദളിതരുടെ മുഖത്ത് മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യുന്ന ഗതികെട്ട കാഴ്ചകൾ ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത കഴിഞ്ഞ 10 വർഷക്കാലത്തെ നിങ്ങൾ എങ്ങനെ അഡ്രസ് ചെയ്യും? നിങ്ങൾ ഈ കേരളത്തിൽ വന്ന് നിങ്ങൾ എന്തൊക്കെ പറയുന്നോ അത് കേരളത്തിന് പുറത്ത് മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടപ്പെടുന്ന വിഷയങ്ങളാണ്. ഇനി വിലക്കയറ്റത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ഈ രാജ്യത്ത് ഇത്രത്തോളം വിലക്കയറ്റം ഉണ്ടായിട്ട് അതിന് ആശ്വാസം നൽകുന്ന എന്ത് പദ്ധതിയാണ് നിങ്ങൾ നൽകിയത്? ഇന്ന് നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്ക് പുഷ്പവൃഷ്ടി നടത്തുന്ന മനുഷ്യരും അവരും വലിയ വില കൊടുത്തല്ലേ സാധന സാമഗ്രികൾ മേടിക്കുന്നത്, നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നത്, ജീവൻ രക്ഷാ മരുന്നുകൾ അടക്കം വാങ്ങുന്നത്. അപ്പോൾ അവർ ഈ വിലക്കയറ്റത്തിന്റെ ദുരിതം അനുഭവിക്കുമ്പോൾ അവർക്ക് ആശ്വാസകരമായിട്ട് എന്ത് നടപടി ഈ സർക്കാർ 10 വർഷക്കാലമായിട്ട് എടുത്തു? ഇനി ഏറ്റവും അവസാനം ഭാരത് റൈസും കെ റൈസും തമ്മിലുള്ള തർക്കത്തിൽ POS മെഷീന്റെ മുമ്പിൽ പോയി ക്യൂ നിന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ റേഷൻ കടയുടെ മുമ്പിൽ പോയി ഈ പിണറായി വിജയൻ സർക്കാരിന്റെയും മോദി സർക്കാരിന്റെയും ഇരട്ട എഞ്ചിൻ സർക്കാരുകളുടെ പരസ്പര മത്സരത്തിൽ ഗതികെട്ട് പട്ടിണിയിലേക്ക് പോകുന്ന മനുഷ്യർ
മനുഷ്യരെ നിങ്ങൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യും? അപ്പോൾ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. തൊഴിലില്ലായ്മയെ കുറിച്ചിട്ട് നിങ്ങൾ പിണറായി വിജയനെതിരെ ആക്ഷേപിച്ചാൽ നിങ്ങൾ ലക്ഷക്കണക്കിന് തൊഴിൽ കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തു വന്ന നിങ്ങളുടെ ഗ്യാരണ്ടി ഫോൾസ് ആയിരുന്നു തെളിയിക്കപ്പെട്ട ചരിത്രമാണ്. 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് ഈ രാജ്യത്തെ തള്ളിവിട്ടു. അപ്പോൾ ഏതൊക്കെ കാരണം കൊണ്ട് നിങ്ങൾ പിണറായി സർക്കാരിനെ വിമർശിക്കുന്നോ ആ കാരണങ്ങളൊക്കെ അതിന്റെ 100 മടങ്ങ് നിങ്ങൾ നേരിടേണ്ടി വരികയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു യോഗ്യതയും ഇല്ല ഇതിനെക്കുറിച്ച് പറയാം. പിന്നെ ഇതെല്ലാം പറയുമ്പോഴും ഒരൊറ്റ കാര്യം ഒരൊറ്റ കാര്യം സൂചിപ്പിക്കട്ടെ. ഇവിടെ ഇന്ന് നമ്മളൊരു രസകരമായ ഒരു കാഴ്ച കൂടി കണ്ടു. മലപ്പുറത്തെ BJP-യുടെ സ്ഥാനാർത്ഥി പറഞ്ഞോളൂ. മലപ്പുറത്ത് BJP-യുടെ സ്ഥാനാർത്ഥി അബ്ദുൾ സലാമിന് മോദിയുടെ കൂടെ പ്രധാനമന്ത്രിയുടെ കൂടെ വാഹനത്തിൽ ഇടം കിട്ടിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് വാഹനത്തിലല്ല ഇടം കിട്ടാത്തത്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മനസ്സിലാണ് അബ്ദുൾ സലാമിന് ഇടം കിട്ടാതെ പോയത്. അബ്ദുൾ സലാമിന് ഇപ്പോഴും കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. ഈ രാജ്യത്ത് 2021 ശേഷം ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക്, ഒരു നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ BJP ഒരു മുസ്ലിം വിഭാഗത്തിൽ ഒരാളെ ജയിപ്പിച്ചിട്ടില്ല. മത്സരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും ജയിക്കാത്ത സാധ്യതകളേ ഉള്ളൂ. ഈ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടന സെഷനിൽ, ആദ്യ സെഷനിൽ തന്നെ BSP-യുടെ MP ആയിട്ടുള്ള ഡാനിഷ് അലിയെ തീവ്രവാദി എന്നുള്ള വംശീയ അധിക്ഷേപം നടത്തിയപ്പോൾ അതിനെ ഒന്ന് എതിർക്കാൻ, അതിനെ ഒന്ന് ചെറുക്കാൻ BJP-യുടെ പ്രധാനമന്ത്രിക്കോ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നതാണ് അദ്ദേഹം തന്നെ അക്കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ മറ്റ് ഉള്ളവർ കാണിക്കുന്ന ഈ പ്രതികരണങ്ങൾ അത് രാഷ്ട്രീയമാണ് എന്നതാണ് അബ്ദുൾ സലാം തന്നെ സൂചിപ്പിച്ചത്. SPG-യുടെ നിർദ്ദേശമുണ്ടായിരുന്നു. പിന്നെ ഒരു സ്ത്രീയെ ഒഴിവാക്കി അദ്ദേഹത്തെ നിർത്തിയാൽ സ്ത്രീയെ അവഗണിച്ചു എന്നൊരു പരാമർശം നിങ്ങളൊക്കെ തന്നെ നടത്തും. അങ്ങനെയല്ല. ഈ പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ ക്യാമറാമാൻ അടക്കമുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ആ ക്യാമറാമാനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അബ്ദുൾ സലാമിന് സ്ഥലം കിട്ടുമായിരുന്നു. ഒരു സ്ത്രീയെ ഒഴിവാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പം പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അബ്ദുൾ സലാം എന്ന് പറഞ്ഞ മുസ്ലിം നാമധാരിയായിട്ടുള്ള BJP-യുടെ സ്ഥാനാർത്ഥിയേക്കാൾ വലുത് അദ്ദേഹത്തിന്റെ പടം എടുക്കാൻ വരുന്ന ക്യാമറാമാൻ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് അബ്ദുൾ സലാമിന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ന്യായീകരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള മുഴുവൻ മനുഷ്യർക്ക് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് അബ്ദുൾ സലാമിന് ഇടം കിട്ടാതിരുന്നത്. പിന്നെ SPG-യുടെ നോട്ടിൽ പേരുണ്ടായില്ല എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ 3 മണ്ഡലങ്ങളിലെ BJP-യുടെ സ്ഥാനാർത്ഥികളെ, NDA-യുടെ സ്ഥാനാർത്ഥികളെ പ്രധാനമന്ത്രിയോടൊപ്പം വാഹന പര്യടനത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് മാധ്യമങ്ങളോടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ SPG-യുടെ അദ്ദേഹവും പറയുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ സാഹചര്യങ്ങൾ മാറി എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നമുക്ക് അത് BJP പ്രതിനിധിയോട് തന്നെ ചോദിക്കാം. അതിനു മുൻപ് ശ്രീ A. സമ്പത്ത്, ഇവിടെ ഇന്ന് AK ബാലൻ